അതിന്റെ തുടർച്ചയെന്നുള്ള നിലക്കാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് കള്ളക്കടത്ത്, ഇതിന്റെ എല്ലാം വസ്തുതകൾ പുറത്തു വന്നിട്ടുള്ളത്. ആ വസ്തുതകൾ പുറത്തു വരുമ്പോൾ പലരെയും ഇത് വെപ്രാളപ്പെടുത്തുന്നുണ്ട്, പലരെയും നിർമ്മപിടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കള്ളക്കടത്ത് നമ്മുടെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് മാറാതെ വരുന്നത്? മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വെള്ളം കൂടാതെ വരികയാണല്ലോ. മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്. ആ കള്ളക്കടത്തിന് പിറകിൽ രാജ്യദ്രോഹ ശക്തികളാണുള്ളത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അത് തൊട്ടു പിറ്റേ ദിവസം മുഖ്യമന്ത്രി തന്നെ നിഷേധിക്കുകയാണല്ലോ. ആ വാദത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഡൽഹിയിൽ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഹിന്ദു ദിനപത്രത്തോട് പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി, കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നുവെന്നും ആ പിടിക്കപ്പെട്ടിട്ടുള്ള സ്വർണം രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാദത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അത് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ഒരു ജില്ലക്കെതിരായിട്ടാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തിന്റെ ശ്രദ്ധ തിരിക്കാനെതിരെ ഇവരെല്ലാവരും പരിശ്രമിക്കുന്നത്. എന്റെ ആ വിഷയം ചർച്ചയാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മറ്റു പല വിഷയങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള വിഷയത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. PV ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ആ വിഷയം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കേരളത്തിലെ ADGPയും ചേർന്നുകൊണ്ട് വലിയ തോതിൽ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. എന്ന ഈ സുപ്രധാനമായിട്ടുള്ള ആരോപണം VD സതീശൻ ഏറ്റെടുക്കാത്തത്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന ഈ ആരോപണം ഏറ്റെടുക്കാത്തത്, ADGP BJP RSS നേതാക്കന്മാരെ കണ്ടു എന്നുള്ള ആരോപണത്തിന്റെ പിന്നാലെ പോകുന്ന പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മാധ്യമങ്ങളും ഇതേ PV ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണത്തെ കുറിച്ച് എന്താ ഒന്നും മിണ്ടാത്തത്? കേരളത്തിൽ ക്രമസമാധാന ചുമതല ADGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ടാണ് ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. ആ ആരോപണത്തെ കുറിച്ച് എന്താ ഒന്നും മിണ്ടാത്തത്? ഇതേ കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കള്ളക്കടത്തെല്ലാം നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു ജ്വല്ലറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കള്ളക്കടത്തിന്റെ ഗൂഢാലോചന നടക്കുന്നത്. പോലീസ് സംഘം ഈ കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്ത് അത് ഇടുക്കി മാറ്റുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ജ്വല്ലറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന് ഇതേ അൻവറാണെന്ന് ആരോപണം ഉന്നയിച്ചത്. എന്നെ പ്രതിപക്ഷ നേതാവ് ആ ആരോപണം ഏറ്റെടുക്കാത്തത്? കേരളത്തിൽ ADGPയും P ശശിയും ചേർന്നുകൊണ്ട് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു, കൊലപ്പെടുത്തുന്നു എന്ന് അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. എന്ന ഈ ആരോപണം VD സതീശൻ ഏറ്റെടുക്കാത്തത്? അപ്പൊ കേരളത്തിൽ ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ചിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള കുറെ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സമാധാനം തകർക്കുന്ന ആരോപണമാണ്. ആ ആരോപണം ഈ നാടിന്റെ ദേശീയ സുരക്ഷയ്ക്ക് അപകടകരമായിട്ടുള്ള ആരോപണമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ആരോപണങ്ങളൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ആകെ ADGP ഏതെങ്കിലും RSSകാരെ കണ്ടോ എന്ന ആരോപണത്തിന്റെ പിന്നാലെ പോകുന്ന പ്രതിപക്ഷവും മാധ്യമ പ്രവർത്തകന്മാരും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ അൻവറിന്റെ വെളിപ്പെടുത്തലിന് പുറകിലുള്ള രാഷ്ട്രീയം കാണാതെ പോവുകയാണ്. അത് കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കോഴിക്കോട് വിമാനത്താവളത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള മയക്കുമരുന്നും ലഹരി ഉപയോഗങ്ങളും ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. സൂചിപ്പിക്കാനാക്കുന്നത് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു? ഞങ്ങൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? എപ്പോഴെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അതിനെല്ലാം പുച്ഛിച്ചു തള്ളിയവരാണല്ലോ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ. പക്ഷെ ഇന്ന് അതെല്ലാം വസ്തുതയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും ചോദിക്കുന്നത്, മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് ഹവാല പണം ഇതുണ്ട് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം ഒരിക്കലെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ?
ആ ആരോപണത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ടോ? അതിനു പകരം ഞങ്ങൾ മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഒരു ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടത്ത് നടക്കുമെന്ന് പറഞ്ഞാൽ ആ ജില്ലയെ ആക്ഷേപിക്കലാണോ? ഒരു ജില്ലയിൽ ഹവാല പണമിടപാടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ജില്ലയെ ആക്ഷേപിക്കലാണോ? മലപ്പുറം ജില്ലയിലെ ഒരു സമുദായത്തിന്റെ എണ്ണം പറഞ്ഞുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നത്വം വെടിതിരിച്ചു വിടുകയാണ്. അവരെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതുകൊണ്ട് അത് പുറത്തു വരണം. ആരാണ് ഈ സംഘങ്ങൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്നത്? ആരാണ് കള്ളക്കടത്ത് സംഘത്തിന്റെ പിറകിലുള്ളത്? ആരാണ് ഈ ഹവാല റാക്കറ്റിന്റെ പിറകിലുള്ളത്? ഈ പണവും സ്വർണവും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്? ഇനി അൻവർ പറയുന്നത് പോലെ പോലീസ് ഇടപെട്ടുകൊണ്ട് വിമാനത്താവളത്തിന് പുറത്തു വരുന്ന സ്വർണം പോലീസ് പിടിച്ച് അത് പകുതി മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോകുന്നു എന്നാണല്ലോ ഈ അൻവറിന്റെ ആരോപണം. ആ ആരോപണത്തെ കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെടാൻ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകാത്തത്? അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്നും അന്വേഷിക്കണമെന്ന് ഈ നിമിഷം വരെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ആദ്യത്തെ നിയമസഭാ സമ്മേളനമാണ്. മുഖ്യമന്ത്രി ഓഫീസിലായി ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ശേഷം ആദ്യമായി കൂടുന്ന ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നുകൊണ്ട് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായിട്ടുള്ളത്. ഇന്നത്തെ ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രി ഓഫീസിനായി ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം തന്നെ ചർച്ച ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന്, ഹവാല പണമിടപാടിന്, ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്, കൊലപാതകത്തിന് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നു, മുഖ്യമന്ത്രി ഓഫീസ് നേതൃത്വം കൊടുക്കുന്നു എന്ന് അന്ന് ഭരണകക്ഷത്തുണ്ടായിരുന്ന ഒരു MLA പറഞ്ഞിട്ട് ആ വിഷയമല്ലേ ഇന്നത്തെ നിയമസഭയുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ ചർച്ചാ വിഷയമായിട്ട് വരേണ്ടിരുന്നത്? പക്ഷേ ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെയും നരേന്ദ്രമോദിയും കുറ്റം പറയാനുള്ള വേദിയാക്കി ഇന്ന് നിയമസഭയെ മാറ്റുകയാണ്. ആരാരെയാണ് പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കേരളം ചർച്ച ചെയ്യപ്പെടരുത് എന്ന വാശിയാർക്ക്. ആ വാശി ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കൂടിയുള്ളതല്ലേ? തൃശൂർ പൂരം പിന്നുമായി ബന്ധപ്പെട്ട് പൂരപ്രേമികളെയും തൃശൂരിലെ ജനങ്ങളെയും അവഹേളിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചപ്പോ, ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനം സ്വീകരിച്ചപ്പോ ആദ്യമായിട്ടുള്ള ജുഡീഷ്യൽ വ്യവസ്ഥ വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. എന്തേ അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു ജുഡീഷ്യൽ വ്യവസ്ഥ ആവശ്യപ്പെട്ടില്ല? ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ. ഈ പ്രശ്നത്തിന്റെ പിറകിൽ സംസ്ഥാന ഗവൺമെന്റാണ്, പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ്. പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം തൃശൂർ പോലെ വിലങ്കോലപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും പോലീസ് പരിശ്രമിച്ചു എന്ന് ആദ്യം ആരോപണം ഉന്നയിച്ച പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയല്ലേ? ഞങ്ങളിലെ ആദ്യം ജുഡീഷ്യൽ വ്യവസ്ഥ വേണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചത്. അന്ന് ഞങ്ങളുടെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞ പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി. എന്തേ നിങ്ങളെ അന്ന് ആവശ്യം ഉന്നയിക്കാൻ, ആവശ്യം ഏറ്റെടുക്കാൻ, ഞങ്ങൾ മുൻപോട്ട് വെച്ച ആവശ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല? അന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. നിങ്ങളൊക്കെ എപ്പോഴെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായിട്ടുണ്ടോ അന്നെല്ലാം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റാരോപണങ്ങളിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധയെ എത്തിക്കാൻ പരിശ്രമിക്കുന്ന ഗവൺമെന്റ് പരിശ്രമിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി, കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വം. ഇപ്പോഴും അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഗുരുതരമായ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായിട്ട് ഉന്നയിക്കപ്പെടാത്ത ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണങ്ങൾ, രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്ന് നിലപാട് സ്വീകരിച്ച കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആർക്കു വേണ്ടിയാണ് കുഴലെഴുത്ത് നടത്തുന്നത്? ആരെയാണ് അദ്ദേഹം സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്? ഉണ്ടയില്ല വെടിപൊട്ടിച്ച് RSSനെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും പിന്നാലെ പോയാൽ പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോകുമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുവിലെത്തി VD സതീശനാണ്. ആ VD സതീശന്റെ പരിശ്രമം പിണറായി വിജയനെ രക്ഷപ്പെടുത്തലാണ്.
അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ചത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നമെന്ന് വെടിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം ആരെയാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? മുഖ്യമന്ത്രി എന്തിനാണ് ഒളിച്ചോടുന്നത്? എന്തുകൊണ്ടാണ് ഈ വസ്തുതകളും സത്യങ്ങളും ജനങ്ങളെ തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത്? ഒരു ദിനപത്രത്തിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ ഇപ്പൊ PR ഏജൻസിയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ദിനപത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോ, മീഡിയക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്ന PR ഏജൻസിയാണോ? ഇത്രമാത്രം ദുർബലനായിട്ടുള്ള വ്യക്തിയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? ഒരു PR ഏജൻസിയുടെ സഹായമില്ലാതെ PR ഏജൻസി എഴുതിക്കൊടുത്ത കാര്യങ്ങൾ മാത്രം പറയാനുള്ള വ്യക്തിയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? എന്നിട്ടിപ്പോ യാതൊരു ഉളുപ്പും മടിയുമില്ലാതെ പറയുകയാണ്, ഞങ്ങളൊരു PR ഏജൻസി ഏൽപ്പിച്ചിട്ടില്ല. PR ഏജൻസി ഏൽപ്പിച്ചിട്ടുള്ളത് നേരത്തെ CPM തന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ്. പക്ഷേ ആ PR ഏജൻസിയെ തള്ളിപ്പറയുന്നത് ആർക്കു വേണ്ടിയാണ്? ആ PR ഏജൻസി ആണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ആർക്കു വേണ്ടിയാണ് വിഴുങ്ങുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. സത്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ മുഹമ്മദ് റിയാസാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണത്. ആര് പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി വിഴുങ്ങിയത്? അറിയാതെ പറഞ്ഞുപോയ കാര്യങ്ങളാണോ? പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴി വെളിയിൽ വരുന്ന സ്വർണത്തിന്റെ കണക്ക് എല്ലാ ഏജൻസികളുടെയും കയ്യിലുണ്ട്. ആ കണക്ക് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ ആ കണക്ക് യഥാർത്ഥമായിട്ടുള്ള കണക്ക് പറഞ്ഞ മുഖ്യമന്ത്രി പിറ്റേ ദിവസം കോഴിക്കോടത്തെ വിളക്ക്, കോഴിക്കോടത്തെ രാവിലെ മുഹമ്മദ് റിയാസുമായിട്ട് 10 മിനിറ്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് സംസാരിച്ചപ്പോ നിലപാട് മാറ്റുന്നു. നിങ്ങൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നത്, നിങ്ങൾക്കൊരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ പറഞ്ഞ വസ്തുതകളും കണക്കുകളും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? അതിനു പകരം മുഖ്യമന്ത്രി റിയാസിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചില ശക്തികളുടെയും ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടനകളെയും മത സാമുദായിക സംഘടനകളെയും നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങി നിലപാട് കൊണ്ട് പുറകോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുള്ളത് കൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് പലതും ഒളിക്കാനും മറക്കാനുമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യമന്ത്രി സമനില നഷ്ടപ്പെട്ടതുപോലെ പെരുമാറുന്നത്. ഇന്നലെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോ പതിവിന് വ്യത്യസ്തമായി അദ്ദേഹം കുറെ നേരം ചിരിച്ചു എന്നാണ് മാധ്യമ പ്രവർത്തകന്മാരെന്ന് പറയുന്നത്. ഏതായാലും ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമായി പത്രക്കാരെ കാണുമ്പോൾ പിണറായി വിജയൻ ചിരിക്കാറില്ല എന്നായിരുന്നു ഇവരുടെ ആരോപണം. ഇന്നലെ ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് നാം കേട്ടിട്ടുണ്ട്. ഉത്തരം മുട്ടുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു പുതിയ പരിപാടി പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നു. ആവശ്യമില്ലാതെ ചിരിക്കുന്നത് വലിയ ബുദ്ധിയല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും ചിരിക്കുന്നവരെയാണ് സാധാരണ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടവരായി നമ്മൾ പറയാ. അത്തരം ആളുകളെ അയക്കുന്നത് മനോരോഗ ചികിത്സക്കാർ. ആരെങ്കിലും കാണുമ്പോൾ വെറുതെ തിരിച്ചെന്നിരിക്കുക. ഈ ചിരി എന്ന് പറയുന്നത് അത് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കലും ബുദ്ധികളാക്കലുമാണ്. തന്റെ മനോനിലക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടാനാണ് മുഖ്യമന്ത്രി തയ്യാറാക്കേണ്ടത്. അല്ലാതെ ആളുകളെയും ജനങ്ങളെയും കളിയാക്കലും പരിഹസിക്കലുമല്ല. മുഖ്യമന്ത്രിയുടെ ചിരി കാണുമ്പോൾ ചില പത്രക്കാർക്കെങ്കിലും വലിയ സന്തോഷമുണ്ടായിട്ടുണ്ടാകും, ആത്മഹർഷകരായിട്ടുണ്ടാകാം. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങളെയാകെ, കേരളത്തിലെ നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നതിനും കളിയാക്കുന്നതിനും തുല്യമാണ്. അതുകൊണ്ടാണ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി, നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി, എല്ലാ അഴിമതികളെയും കേന്ദ്രമായി മാറിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, എല്ലാ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെയും കേന്ദ്രമായി മാറിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അർഹതയില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. നിങ്ങള് ഇതെല്ലാം BJPയുടെയും RSSന്റെയും തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട ചർച്ചയും ഇത് തന്നെയാണ്. അൻവർ പറഞ്ഞ മറ്റു പല വിഷയങ്ങൾ മാറ്റി ADGP RSSന്റെ ക്യാമ്പിൽ പോയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ്. ഒരു കാര്യം കേരളത്തിലെ CPMനെയും കോൺഗ്രസിനെയും ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. RSSന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള ഒരുപാട് IPS ഉദ്യോഗസ്ഥന്മാരും IAS ഉദ്യോഗസ്ഥന്മാരുമുണ്ട്.
വി.ഡി. സതീശൻ അതെല്ലാം അന്വേഷിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അന്വേഷിക്കുന്നതാണ് നല്ലതാണ്. കെ കരുണാകരനെയും എ.കെ. ആന്റണിയുടെയും കാലത്ത് ഏതെല്ലാം DGPമാരും ചീഫ് സെക്രട്ടറിമാരും ADGPമാരെയും RSSന്റെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് എന്ന് അതുകൂടി വി.ഡി. സതീശൻ അന്വേഷിക്കണം. മാറാട് കലാപമുണ്ടായപ്പോ, നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോ, ഒരു പ്രദേശം മുഴുവൻ തന്നെ നിന്ന് കത്തിയപ്പോ ശ്രീമാൻ എ.കെ. ആന്റണി ആയിരുന്നല്ലോ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. അന്ന് എറണാകുളത്ത് RSSന്റെ ആസ്ഥാനത്ത് ഏത് DGPയാണ് പോയി സമാധാനമുണ്ടാക്കാൻ സഹകരിക്കണമെന്ന് അങ്ങോട്ട് പോയി പറഞ്ഞത് എന്ന് എ.കെ. ആന്റണി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വി.ഡി. സതീശൻ ചോദിക്കണം. അതുകൊണ്ട് ഞങ്ങളെ കുറിച്ച് കൂടുതൽ പറയിപ്പിക്കരുത്. കേരളത്തിൽ RSSന്റെ നേതാക്കന്മാരെ കാണാത്ത, RSSന്റെ ആസ്ഥാനത്തേക്ക് പോകാത്ത, കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളിൽ RSSന്റെ നിലപാടിന് വേണ്ടി അഭ്യർത്ഥിക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമില്ല, ഒരു സിവിൽ ഉദ്യോഗസ്ഥനുമില്ല. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എല്ലാവരും പോയിട്ടുണ്ട്. നിങ്ങളെ പോലെ അത് പറഞ്ഞു നടക്കല് ഞങ്ങളെ പണിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അതല്ലല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ സൂചിപ്പിച്ചത്, ഇല്ലാത്ത പ്രശ്നമുണ്ടാക്കി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ ബോധപൂർവം ശ്രമിക്കുകയാണ്. അത് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. നിങ്ങൾ വിചാരിക്കണ്ട വി.ഡി. സതീശൻ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുന്നത് പിണറായി വിജയനെതിരായിട്ടല്ല, അത് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്ക ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുള്ള ഒത്തുകളിയാണ്. ആ ഒത്തുകളിയിലൂടെ രക്ഷപ്പെടുന്നത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദേശവിരുദ്ധ പ്രവർത്തനമാണ്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഹവാല ഇടപാടാണ്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്രിമിനൽ ഏർപ്പാടാണ്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോലും കൊലപാതകമാണ്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഹവാല ഇടപാടാണ്. ഇതെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ് ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങളോട്. അതുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. അതിന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം വസ്തുതകൾ പുറത്തുവരില്ല. ഇതിനെല്ലാം സംരക്ഷണം പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. ഈ പ്രക്ഷോഭത്തിൽ കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിൽ നിയമവാഴ്ച ഉറപ്പുവരണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയോട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രക്ഷോഭമായി BJP മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാ ജില്ലാ കേന്ദ്രത്തിലും ഇത്തരമുള്ള പ്രക്ഷോഭത്തിന് BJP നേതൃത്വം കൊടുക്കുന്നത്. തൃശൂർ ജില്ലാ കളക്ടറേറ്റിലേക്ക് പാർട്ടി ജില്ലാ ഘടകം സംഘടിപ്പിച്ച ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ കളക്ടറേറ്റിലുള്ള ഈ പ്രതിഷേധ മാർച്ചിൽ അധ്യക്ഷത വഹിച്ചത് പാർട്ടി ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർജിയാണ്. അദ്ദേഹത്തിന് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട രമേശ് ചേട്ടൻ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ബിജോയ് തോമസ് ടി, PK ബാബു, അജയ് ഗോഷി, ഡോക്ടർ ആതിര, സുരേന്ദ്രൻ അന്നിക്കുന്നത്ത്, NR റോഷൻ തുടങ്ങിയ ജില്ലാ ഭാരവാഹികൾ, മണ്ഡലാധ്യക്ഷന്മാർ, ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരഭടന്മാർക്കും നന്ദി അറിയിക്കുന്നു. അഴിമതി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ സർക്കാരിന് നേരെ ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളും മറ്റ് രാഷ്ട്രീയ കക്ഷികളുമാണ്. എന്നാൽ പിണറായി വിജയനെതിരെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും പറയുന്ന ആരോപണങ്ങൾ സ്വർണ്ണക്കടത്തും ഹവാലയും ഉൾപ്പെടെയുള്ള മുഴുവൻ കള്ളക്കടത്തുകളിലും പിണറായി വിജയനും കുടുംബത്തിനും പങ്കുണ്ട് എന്ന സുശക്തമായ ആരോപണം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിന്റെ പൊതുമനസ്സാക്ഷിക്ക് മുന്നിൽ ആരോപിക്കുന്നതാണ്. ആ ആരോപണം ഇന്ന് കേവലം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു ഇടതുപക്ഷ MLA കൂടി ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുകയാണ്. പിണറായിയുടെ ചാവേറായിരുന്ന, പിണറായിക്ക് വേണ്ടി കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരെയും സഭ്യമല്ലാത്ത രീതിയിൽ കടന്നാക്രമിച്ചിരുന്ന പിണറായി വിജയന്റെ പോരാളി എന്നറിയപ്പെട്ടിരുന്ന ഇടതുപക്ഷ MLA PV അൻവർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പറയുന്നു, ഈ സർക്കാർ പിണറായി വിജയന്റെ മാഫിയ സർക്കാരാണ്.
ഈ സർക്കാർ പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന് വേണ്ടിയുള്ള സർക്കാരാണ്. മറ്റെല്ലാവരും അവഗണിക്കപ്പെടുന്നു, മറ്റെല്ലാവരും ഈ സർക്കാരിന് അനപവിതനാണ് എന്ന് ഇടതുപക്ഷ MLA പറയുന്നു. ഇന്ന് നിയമസഭ ആരംഭിക്കുമ്പോൾ ആ ഇടതുപക്ഷ MLAക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനഭ്രംശം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ UDF പാളയത്തിൽ കസാരയിട്ടിരുത്തേണ്ട ഗതികളിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നാണം കെട്ട അതപ്പതിച്ച സ്വന്തം പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും MLA-മാരിൽ നിന്നും പോലും ആരോപണം നേരിട്ടൊരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അഴിമതി വീരൻ ഇനിയും നമ്മളെ ഭരിക്കണ്ട എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, അങ്ങനെ ഒരു അഴിമതി വീരൻ കേരളത്തിന്റെ ഭരണ സാരഥ്യം കയ്യിലെടുക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിലെ 13 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മാർച്ചുകൾ സംഘടിപ്പിക്കുകയാണ്. ഇന്ന് തൃശൂർ ജില്ലാ ഘടകം തൃശൂർ കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ചിൽ നേതൃത്വം നൽകി അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറാണ്. അനീഷ് ചേട്ടനെ ഈ പ്രതിഷേധത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇൻചാർജ് ആയത് മുതൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുതൽ ഓരോ പ്രവർത്തനത്തിലും, ഓരോ മണ്ഡലത്തിലും, ഓരോ ബൂത്തിലും നമ്മളോടൊപ്പം ഓടിയെത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിന്റെ സമരഭൂമിയിൽ എന്നും ഉദിച്ചു നിന്നിട്ടുള്ള ശ്രീ MT രമേശ്, പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹമാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം തൃശൂർ ജില്ലാ ഘടകത്തിന് വേണ്ടി ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി, നമ്മുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ A. നാഗേഷ് ചേട്ടനുണ്ട്. നാഗേഷ് ചേട്ടനെ ഈ സമരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ രവികുമാർ ഉപ്പത്ത്, വിവിധ മോർച്ചകളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ AR ജയഘോഷ്, ശ്രീ PK ബാബു, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജസ്റ്റിൻ ജേക്കബ്, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ കവിത ബിജു, ശ്രീ NR റോഷൻ, ശ്രീ ആതിര, മുരളി കോളങ്ങാട്ട്, തൃശൂർ മണ്ഡലം അധ്യക്ഷൻ ശ്രീ രഘുനാഥ് C. മേനോൻ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പോരാട്ടത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പാർട്ടിയുടെ ജില്ലാ ഘടകത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ജയ് ഭാരത്. നമ്മുടെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ്, ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന BJP-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ A. നാഗേഷ്, BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, മേഖലയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, മറ്റ് ജില്ലാ ഭാരവാഹികൾ, മേഖലാ ഭാരവാഹികൾ, മോർച്ചയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, ഈ പരിപാടി വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു. ഈ കേരളത്തെ മുച്ചൂട് മുടിച്ച പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്നുള്ളതാണ് ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ആവശ്യം. ഭീകരവാദികൾക്കും കള്ളക്കടത്തുകാർക്കും കേരളത്തെ തീരെഴുതിയ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി വളരെ കാലമായി ആരോപിക്കുന്ന കാര്യമാണ് കേരളത്തിൽ ഇടത് ജിഹാദി സഖ്യമുണ്ട്. 2 തവണയും പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്നത് തീവ്രവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ടാണ്. SDPഐയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഉൾപ്പെടെയുള്ള തീവ്രവാദികൾക്ക് സ്വൈരവിഹാരം നടത്താൻ, ഭീകരവാദ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ അവസരമൊരുക്കാമെന്ന് അവർക്ക് വാഗ്ദാനം നൽകിക്കൊണ്ടാണ്, ആ ഭീകരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് 2 തവണയും ഈ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. ഈ കാര്യം വളരെ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതാണ്.
പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ശരിയാണ് എന്ന് പ്രിയപ്പെട്ടവരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇന്ന് PV അൻവർ ഉന്നയിച്ചത്. ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്യുന്നു, കള്ളക്കടത്തുകാർക്ക് ഒത്താശ ചെയ്യുന്നു, കൊലപാതകങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു. ഇവിടെ മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്ക് വേണ്ടി പിണറായി വിജയന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് PV അൻവറാണ്. എന്തുകൊണ്ടാണ് അൻവർ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നത്? ഇത് ഇത്രയും കാലം പിണറായി വിജയനും PV അൻവറും ഒരുമിച്ചുള്ള കൂട്ടുകച്ചവടമായിരുന്നു. ബോംബെയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അധോലോകം, കള്ളക്കടത്ത് അധോലോകം. ആ അധോലോകങ്ങൾ തമ്മിൽ തെറ്റിയാൽ അവര് തമ്മിൽ ഒരു കുടിപ്പകയുണ്ടാകും. ആ കുടിപ്പക അതേ മോഡലിലുള്ള കുടിപ്പകയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അധോലോകത്തിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയനും PV അൻവറും തമ്മിൽ തെറ്റിയ സമയത്ത് ഇന്ന് രണ്ടു കൂട്ടരും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു. ഒരു ഭാഗത്ത് അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ മറുഭാഗത്ത് പിണറായി വിജയൻ പറയുന്നു 150 കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചു, 123 കോടിയുടെ മയക്കുമരുന്ന് മലപ്പുറത്ത് പിടിച്ചു, അത് തീവ്രവാദ പ്രവർത്തനത്തിന് കൊണ്ടുവന്നതാണ് എന്ന് പിണറായി വിജയൻ പറയുന്നു. PV അൻവർ പറയുന്നു ഇതെല്ലാം ചെയ്യുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറയുന്നു ഇതെല്ലാം ചെയ്യുന്നത് അത് PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഇത്രയും കാലം ഇവരെല്ലാം ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എത്ര അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കള്ളക്കടത്തുകാർക്ക് ഒത്താശ ചെയ്യുന്നു, സ്വർണ്ണക്കടത്തിന് മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് വേണ്ടിയാകുന്നു. അതിനേക്കാൾ ഭീകരമാണ് ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്യുന്നു. അത് അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള ആരോപണമാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ഹമാസിന് അനുകൂലമായി കേരള മാസകലം ഇടതുപക്ഷം പരിപാടികൾ സംഘടിപ്പിച്ചത്. എന്തിനാണ് ഹമാസിന്റെ തീവ്രവാദികൾക്ക് കേരളത്തിൽ പ്രസംഗിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത്? എന്തിനാണ് പാനായിക്കുളത്തും നേറാത്തും ഭീകരവാദികൾക്ക് ക്യാമ്പ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്? എന്തുകൊണ്ടാണ് അഫ്ഗാനിൽ താലിബാൻ പിടിച്ചടക്കിയ സമയത്ത് താലിബാൻ ഒരു വിസ്മയമാണ് എന്ന് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പറഞ്ഞത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് തീവ്രവാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയത്? ഏറ്റവും അവസാനം തീവ്രവാദികൾ വോട്ടിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് ഈ വടക്കുനാഥ ക്ഷേത്രത്തിൽ ഉത്സവം തകിടമറിച്ചത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ചു ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഭീകരവാദികളുടെ സർക്കാരാണ്, ഇത് കള്ളക്കടത്തുകാരുടെ സർക്കാരാണ്. ഈ സർക്കാരിനെ കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അപകടം വയനാട് നടന്നിട്ട് ആ അപകടത്തെ, ആ പ്രകൃതിക്ഷോഭത്തെ മുതലെടുക്കാനും അതിൽ നിന്ന് കട്ടുപിടിക്കാനും സമ്പത്തുണ്ടാക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നാണക്കേടാണ്! ഒരു മൃതശരീരം മറവ് ചെയ്യാൻ 75,000 രൂപ, അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കാൻ 100 കോടി, ആംബുലൻസിന് 150 കോടി, വസ്ത്രം വാങ്ങാൻ 200 കോടി. ഇങ്ങനെ ഓരോ ദുരന്തങ്ങളെയും വിറ്റ് തിന്നുന്ന നാണം കെട്ട സർക്കാർ, ഓക്കി ഫണ്ട് കട്ടുപിടിച്ച സർക്കാർ, പ്രളയ ഫണ്ട് കട്ടുപിടിച്ച സർക്കാർ, കൊറോണ ഫണ്ട് കട്ടുപിടിച്ച സർക്കാർ ഇന്ന് വയനാട്ടിലെ ആ ദുരിതബാധിതർക്ക് നൽകാൻ 1600 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുമ്പോ ഒരു ചില്ലിക്കാശ് പോലും അവർക്ക് വേണ്ടി ചെലവാക്കാത്ത ജനവിരുദ്ധ സർക്കാർ. ആ സർക്കാർ രാജിവെക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടുന്നില്ല. ഈ പ്രതിഷേധ പരിപാടി കളക്ടറേറ്റ് മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആരാധനായിട്ടുള്ള MT രമേശിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ KK അനീഷ് കുമാർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നാഗേഷ്, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ KR ഹരി, ശ്രീ ജസ്റ്റിൻ ജേക്കബ്, ബഹുമാനിതരായ മറ്റു നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിക്കുന്ന പശ്ചാത്തലം ഇവിടെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളും വസ്തുതകളും
സംസ്ഥാനം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് അധികാരത്തിൽ തുടരാൻ 1% പോലും അർഹതയില്ലാതെ തെളിവാക്കുന്നതാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. ഈ സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളൊന്നും ചെറിയ ആരോപണങ്ങളല്ല. സാധാരണ ഗവൺമെന്റുകൾക്കെതിരായി ഉയർന്നു വരുന്നവരെയുള്ള ഒരു കേവലം അഴിമതി ആരോപണം മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് കേരളത്തെ കൊള്ളയടിക്കുകയാണ്. ആ കൊള്ളപ്പണം മുഴുവനും ഉപയോഗപ്പെടുത്തുന്നത് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ് എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറെ കാലമായി പല കോണുകളിലും ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ ആരോപണങ്ങളെല്ലാം വസ്തുതപരമായിട്ട് ശരിയാണ് എന്ന് ഇന്ന് ബോധ്യമായിരിക്കുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കേരളത്തിൽ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന ആരോപണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നപ്പോൾ ആ വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആ കള്ളക്കടത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നായിരുന്നു. ആ കേസിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വർഷങ്ങളോളം ജയിലിൽ കിടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ള ആരോപണവും ആ പണം മുഴുവനും തന്നെ രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് NIA പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്.